ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൂടി നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. അതിന് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അടുത്ത വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാജ്യത്ത് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം വന്നതിന് ശേഷം മൻമോഹൻ സിംഗിൻ്റെ നവ ലിബറൽ നയങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹമാണ് ഈ നവ ലിബറൽ നയങ്ങൾ കൊണ്ടുവരുന്നത്. പ്രൈവറ്റൈസേഷന് കൂടുതൽ സാധ്യത കൊടുക്കുക, കോർപ്പറേറ്റ് സംവിധാനങ്ങൾക്ക് കൂടുതൽ സംവിധാനം കൊടുക്കുക, അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണം നടത്തുക, പ്രൈവറ്റൈസേഷൻ നടത്തുക, ഇങ്ങനെ മാർക്കറ്റിന് ഒരുപാട് ഇങ്ങനെയുള്ള പുതിയൊരു കാഴ്ചപ്പാടാണ്. അത് തെറ്റോ ശരിയോ എന്നുള്ളതൊക്കെ കാലവും ചരിത്രവുമാണ് വിലയിരുത്തേണ്ടത്. പക്ഷേ അത് വന്നു. അതിൻ്റെ ഭാഗമായി വന്ന മറ്റൊരു കാര്യമാണ് സർക്കാർ സേവനങ്ങളിൽ ഫിസിക്കൽ ഡിസിപ്ലിൻ, അതായത് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരിക. ഒരു കാരണവശാലും ഇനി സർക്കാർ സംവിധാനങ്ങളിൽ സാമ്പത്തിക ബാധ്യത എടുക്കരുത്. അപ്പോൾ ജോലികളെല്ലാം കരാർ കൊടുക്കുന്നു, കരാർ തൊഴിലാളികൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നു, എല്ലാ പ്രോജക്റ്റുകളിലും പ്രോജക്റ്റ് സ്റ്റാഫായിട്ട് ആളുകളെ വയ്ക്കുന്നു, എല്ലാ പദ്ധതികളും പ്രോജക്റ്റായിട്ട് ഡിസൈൻ ചെയ്യുന്നു. ഇപ്പോൾ അങ്കണവാടി 50 വർഷമായി, അപ്പോൾ പക്ഷേ അതിൻ്റെ സ്റ്റാഫ് ഇപ്പോഴും പ്രോജക്റ്റ് പോലെയാണ് നിൽക്കുന്നത്. NRHM തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയോ വർഷമായി, നമ്മുടെ NHM തുടങ്ങിയിട്ട്, റൂറൽ ഹെൽത്ത് മിഷൻ തുടങ്ങിയിട്ട്. പക്ഷേ അത് മിഷനായിട്ട് നിർത്തിയിട്ട്, കാരണം ഈ സ്റ്റാഫിന് പൈസ കൊടുക്കണ്ട എന്നുള്ളതാണ്, പെൻഷനൊന്നും കൊടുക്കണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് നമ്മുടെ IAS ബുദ്ധിയിൽ, പ്രത്യേകിച്ച് KM എബ്രഹാമിൻ്റെയൊക്കെ ബുദ്ധിയിൽ ഉദിച്ചൊരു സാധനമാണിത്. അങ്ങനെ കുറേ പേരുണ്ട്, എബ്രഹാം മാത്രമല്ല, കുറേ പേരുടെ ധനകാര്യ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഇത് സീരിയസ് ആയിട്ട് ചിന്തിച്ചത്. ഒരുപാട് പേരുടെ ബുദ്ധിയിൽ ഉദിച്ചൊരു സാധനമാണ് പങ്കാളിത്ത പെൻഷൻ. രാജ്യത്തും അങ്ങനെ തന്നെ വന്നു. IAS ഇതെല്ലാം നടപ്പിലാക്കുന്നത്. അപ്പോൾ രാജ്യത്തായാലും സംസ്ഥാനത്തിൽ IAS ഒരു സംഘം ഉണ്ടല്ലോ. അങ്ങനെ അവർ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കി, പാർട്ടിസിപ്പേറ്ററി പെൻഷൻ എന്ന് പറയുന്ന ആളുകൾ കൂടി പണം അടയ്ക്കണം. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ല, അപ്പോൾ സർക്കാരിന് വലിയ ബാധ്യതയില്ല. PFൻ്റെ വേറൊരു മോഡലാണത്, EPFൻ്റെ വേറൊരു മോഡലാണ്. പക്ഷേ ഇത് തൊഴിലാളി വിരുദ്ധമാണെന്ന് പറഞ്ഞ് പല സ്റ്റേറ്റുകളിലും ഇത് നടപ്പിലാക്കിയിട്ടില്ല. ചില സ്റ്റേറ്റുകൾ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ലെവലിൽ 2 തരത്തിലാണ് നിൽക്കുന്നത്. നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളുമുണ്ട്, നടപ്പിലാക്കാത്ത സംസ്ഥാനങ്ങളുമുണ്ട്. അപ്പോൾ ശക്തമായി എതിർക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പക്ഷേ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന് ശക്തമായി തത്വത്തിൽ എതിർപ്പാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പിണറായി സർക്കാർ വന്നതിന് മുമ്പുള്ള മാനിഫെസ്റ്റോയിൽ 9 വർഷങ്ങൾക്ക് മുമ്പുള്ള മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും. പിന്നെ അവസാനം അത് പുനഃപരിശോധിക്കുമെന്നായി, പിന്നെ പുനരാവിഷ്കരിക്കുമെന്നായി. തോമസ് ഐസക് ധനമന്ത്രിയായി, തോമസ് ഐസക് പോയി, ബാലഗോപാൽ ധനമന്ത്രിയായി. ഇപ്പോഴും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നില്ല എന്ന് മാത്രമല്ല, പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ സർവീസ് സംഘടനകൾ കേന്ദ്രം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരർത്ഥവുമില്ല. പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്, ചില സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. ഇനി കേന്ദ്രം അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞാൻ കേന്ദ്രത്തിന് വേണ്ടി പറയുന്നതല്ല. കേന്ദ്രത്തിൻ്റെ പല ഓപ്ഷനുകളും പല കാര്യങ്ങളിലും സംസ്ഥാനത്തിന് മാൻഡേറ്ററി അല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്ന് പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാദം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ വരാൻ പോകുന്ന അപകടം ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളവരുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരുടെ കൂടി പെൻഷൻ പങ്കാളിത്ത പെൻഷനിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം പരിഷ്കാരങ്ങൾ വരുന്നത് അങ്ങനെയാണ്, ചെറിയ ചെറിയ രൂപത്തിൽ വരും. അത് പിന്നെ വലിയ മലയെ തോണ്ടും പോലെയാണ്, ചെറുതായിട്ട് ചുരണ്ടി മല തന്നെ മറിക്കും. എന്തായാലും ലീവ് സറണ്ടറും DAയും ഒക്കെ മരവിച്ച് അങ്ങ് പോകുന്ന സാഹചര്യത്തിൽ ഇനി അടുത്ത സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരുടെ പെൻഷനും പങ്കാളിത്ത പെൻഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ അതിവിദൂരമല്ല. അതുകൊണ്ട് തന്നെ എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച വേണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തെടുക്കാൻ അവർക്കും കഴിയുന്നില്ല. അത് ചെയ്തെടുക്കണമെന്ന് പറയാൻ സർവീസ് സംഘടനകൾക്കും കഴിയുന്നില്ല. രാഷ്ട്രീയ വിധേയത്വമുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും ഓരോ പാർട്ടികൾ ഭരിക്കുമ്പോൾ സർവീസ് സംഘടനകൾക്ക് അവരുടെ പാർട്ടിയുമായി രാഷ്ട്രീയ വിധേയത്വം ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല. ശങ്കരൻ പിന്നെയും തെങ്ങേലെന്ന് പറയാൻ കഴിയില്ല. തെങ്ങ് ഇപ്പോൾ എവിടെയാണെന്ന് കാണാനില്ല.